വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശുദർശനം. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഓ ദിവ്യ ഗുരുനാഥ, എന്റെ ആത്മാവിൽ സംഭവിക്കുന്നതെല്ലാം അങ്ങയുടെ മാത്രം പ്രവർത്തനങ്ങളാണ്. ഓ നാഥ, ആത്മാവിനെ ഭയാനകമായ കിഴക്കാം തൂക്കായ പാറയുടെ മുനമ്പത്ത് നിർത്താനും അങ്ങേക്ക് ഭയമില്ല. അവിടെ അത് ആശങ്കപ്പെട്ടും ഭയന്ന് നിൽക്കുന്നു. വീണ്ടും അങ്ങ് അതിനെ തന്നിലേക്ക് തന്നെ അടുപ്പിക്കുന്നു. ഇതെല്ലാം അങ്ങയുടെ അചിന്ത്യമായ രഹസ്യങ്ങളാണ്. ഈ ആന്തരിക പീഡനങ്ങളുടെ ഇടയിലും ചെറിയ തെറ്റുകൾ കുമ്പസാരത്തിൽ ഏറ്റുപറയുമ്പോൾ ഞാൻ കൂടുതൽ മാരകമായ തെറ്റുകൾ ചെയ്യാത്തതിൽ ആശ്ചര്യപ്പെട്ടുകൊണ്ട് വൈദികൻ എന്നോട് പറഞ്ഞു, സഹോദരി, ഈ സഹനങ്ങളിൽ നീ ഇപ്രകാരം ദൈവത്തോട് വിശ്വസ്തത പാലിക്കുന്നത് തന്നെ ദൈവമാണ് നിന്നെ പ്രത്യേക കൃപയാൽ പരിപാലിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ്. നിനക്കിത് മനസ്സിലാക്കാൻ സാധിക്കാത്തതും വളരെ നല്ല കാര്യമാണ്. ഫാദർ ആൻഡ്രാഷിനെയും പിന്നീട് ഫാദർ സൊപ്പോച്കോയെയും കണ്ടുമുട്ടുന്നത് വരെ ഒരു കുമ്പസാരക്കാരനും ഈ വക കാര്യങ്ങളിൽ എന്നെ മനസ്സിലാക്കാനോ എന്റെ മനസ്സിന് ആശ്വാസം പകരാനോ സാധിച്ചിരുന്നില്ല എന്നത് വിസ്മയകരമാണ്. കുമ്പസാരത്തെയും കുമ്പസാരക്കാരെയും കുറിച്ച് ചില ചിന്തകൾ. ഞാൻ അനുഭവിച്ചതും എന്റെ ആത്മാവിൽ അനുഭവിച്ചറിഞ്ഞതും മാത്രം ഞാൻ സംസാരിക്കാം. ഈ പ്രത്യേക സന്ദർഭങ്ങളിൽ കുമ്പസാരം വഴി ആത്മാവിന് പ്രയോജനം ലഭിക്കാതിരിക്കുന്നതിന്റെ 3 കാരണങ്ങളിൽ ഒന്ന്, അസാധാരണമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുമ്പസാരക്കാരന് അറിവ് കുറവായിരുന്നാൽ ദൈവം ആത്മാവിൽ പ്രവർത്തിക്കുന്ന വലിയ രഹസ്യങ്ങൾ അദ്ദേഹത്തോട് വെളിപ്പെടുത്തുമ്പോൾ അത്ഭുതപ്പെടുന്നു. ഇപ്രകാരം വിസ്മയപ്പെടുമ്പോൾ സൂക്ഷ്മ സംവേദനക്ഷമതയുള്ള ആത്മാവിനെ അത് ഭയപ്പെടുത്തുന്നു. കുമ്പസാരക്കാരൻ തന്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ മടിക്കുന്നതായി അതിന് മനസ്സിലാകുന്നു. ഇത് ആത്മാവ് മനസ്സിലാക്കുകയാണെങ്കിൽ അതിന് സമാധാനം ലഭിക്കുകയില്ല. മാത്രമല്ല, കുമ്പസാരത്തിന് മുൻപുള്ളതിനേക്കാളും കൂടുതൽ സംശയങ്ങൾ കുമ്പസാരം കഴിഞ്ഞുണ്ടാകുന്നു. കാരണം കുമ്പസാരക്കാരനു തന്നെ ഇതെല്ലാം സംശയമാണെന്നും തന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അത് അനുമാനിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ച രീതിയിൽ ആത്മാവിന്റെ ചില രഹസ്യങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങാൻ സാധിക്കാതെ കുമ്പസാരക്കാരൻ ഭയന്ന് കുമ്പസാരം ശ്രവിക്കാൻ തയ്യാറാകാതെ വരുന്നു.